നമസ്കാരം. കംസവധം കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉപനയനം കഴിഞ്ഞു, വിദ്യാഭ്യാസം കഴിഞ്ഞു, അങ്ങനെ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം. ആരോ ഒരാൾ ചോദിച്ചിരുന്നു കംസവധം എപ്പോഴാണ് നടന്നിരുന്നത്. അദ്ദേഹം എന്നെ പരീക്ഷിക്കാൻ ചോദിച്ചു വന്നു. എനിക്കറിയില്ല കേട്ടോ, അത് വേറെ. കംസവധം നടന്നത് ശിവരാത്രി ദിവസമാണെന്ന് മഹാഭാരതത്തിൽ കാണുന്നുണ്ട്. ഭാഗവതത്തിലല്ല കേട്ടോ, മഹാഭാരതത്തിൽ കംസവധം ശിവരാത്രി ദിവസമാണ് നടന്നത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും കംസവധം കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉപനയനം കഴിഞ്ഞു, വിദ്യാഭ്യാസം കഴിഞ്ഞു, ഗുരുവിന് ഗുരുദക്ഷിണയും കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഉദ്ധവർ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഭക്തനാണ്, കൃഷ്ണഭക്തനാണ്. അഹംഭാവിയല്ല, വളരെ ശ്രേഷ്ഠമായ ഭക്തനാണ്, നിഷ്പക്ഷമായ ഭക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഭക്തി അത്രയും ശ്രേഷ്ഠമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു ചെറിയൊരു തോന്നലുണ്ടായിരുന്നു. അഹംഭാവമല്ല കേട്ടോ, തോന്നൽ. അഹംഭാവത്തിനും തോന്നലിനും വ്യത്യാസമുണ്ട്. ഒരു തോന്നൽ, എനിക്ക് ഭക്തിയുണ്ട് എന്ന് തോന്നും. അപ്പോൾ ഭഗവാനെ അദ്ദേഹം ആരായാലും ഒന്ന് പരീക്ഷിക്കും, ആരായാലും ശരി. അപ്പോൾ അദ്ദേഹത്തിനും തോന്നൽ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, വൃന്ദാവനത്തിൽ പോയി അവിടെ നടക്കുന്നു, ഞാൻ വന്നു, ഞാൻ അവരെ അന്വേഷിച്ചു എന്ന് പറയൂ, അവരെങ്ങനെയുണ്ട്, സുഖമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞേച്ചു. അദ്ദേഹം അവിടെ പോയ സമയത്ത് എല്ലാവരും കൃഷ്ണൻ എങ്ങനെയുണ്ട്, കൃഷ്ണൻ ഇവിടെ വരുമോ എന്നൊക്കെ ചോദിച്ചു. അതിനൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞു, അദ്ദേഹം സമയമാകുമ്പോൾ വരും, നിങ്ങളെ അങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇത്ര വലിയ ഭക്തന്മാരാണോ കൃഷ്ണനെ കുറിച്ചുള്ള ഭക്തന്മാരാണോ ഇവർ എന്ന് തോന്നി. പക്ഷെ ഭഗവാന് തോന്നി ഇതുകൊണ്ടും ആയില്ല, നമുക്ക് ഒന്നുകൂടെ ഇദ്ദേഹത്തിനൊന്ന് മനസ്സിലാക്കിപ്പിക്കണം, ഭക്തി എന്നാൽ എന്ത് എന്ന് അദ്ദേഹത്തിന് അറിയാം എന്ന് വിചാരിച്ചു. ഒരു ദിവസം എന്തു പറഞ്ഞു, ഉദ്ധവരെ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചൊന്നിങ്ങനെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. എന്തിന്, എവിടേക്ക് എന്നൊന്നും പറയാതെ ഉദ്ധവരെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം നടന്നു. മധുരയുടെ പ്രാന്തപ്രദേശത്ത് കൂടെ ഇങ്ങനെ കുറേ നടക്കുന്ന സമയത്ത് ഒരു കുടിൽ പോലെ ഉള്ളൊരു വീട് കണ്ടു. വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവരെ പുറത്തു നിർത്തി. എന്നിട്ട് പറഞ്ഞു, താങ്കൾ ഇവിടെ നിന്നോളം, ഞാൻ വരുന്നവരേക്കും, അതിനുശേഷം നമുക്ക് പോവാം. ശരി. അപ്പോൾ ഉദ്ധവർക്ക് അകത്ത് നടക്കുന്നതൊക്കെ കാണും കേട്ടോ, വാതിൽ തുറന്നിട്ടിരിക്കണം, അങ്ങനെ നടക്കുന്ന കാണും. ആ വിധത്തിലാണ്. ഇദ്ദേഹം അകത്ത് പോയി അവിടെ ഒരു സമയത്ത് ഒരു വീടുണ്ട്. അകത്ത് പോയ സമയത്ത് അവിടുന്ന് ഒരു സ്ത്രീ, സുന്ദരിയായ ഒരു സ്ത്രീ, തലയിൽ പൂവും വെച്ച് നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അടുത്തു വന്നു. ആ സ്ത്രീ നോക്കിയ സമയത്ത് എന്താണ്, ഒരു ചെറുപ്പക്കാരൻ, അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ്, സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ്, കൈകളിൽ തരിവളകൾ അണിഞ്ഞ്, കാതിൽ കുണ്ടലങ്ങൾ, ഇങ്ങനെ ഒരു അതിസുന്ദരനായ ചെറുപ്പക്കാരൻ നിൽക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ ആരാണ്? സൈതന്ത്രിയാണ്. അന്ന് സൈതന്ത്രിയോട് പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ വരാം എന്ന് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാവും. സൈതന്ത്രിയാണ്. പക്ഷേ സൈതന്ത്രി, അതായത് കുബ്ജി, കൂനിയായിരുന്ന സൈതന്ത്രി, കുബ്ജി എന്ന് ഇപ്പോൾ കൂനൊക്കെ മാറിയല്ലോ, കുബ്ജിക്ക് ഇത് ഭഗവാനാണ് കൃഷ്ണനാണെന്ന് അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു ചോദിച്ചാൽ, സാധാരണ പോലെ കയ്യിൽ മാല കെട്ടിക്കൊണ്ടിരുന്നു. ആ മാലയൊക്കെ അണിച്ച് കാലിൽ തൊട്ട് തന്നത് ചന്ദന ലേപനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു. അതായത് സൈതന്ത്രിയ ധർമ്മം എന്താണ്? രാജാക്കന്മാരെയും വലിയ ആൾക്കാരെയും പ്രീതിപ്പെടുത്തുക എന്നതാണ്. അപ്പം ആ രീതിയിലാണ് അവർ കൃഷ്ണനെ കണ്ടത്, സുഖിക്കാനുള്ള രീതി. ഭഗവാനാണെന്നുള്ള അറിയില്ല അവർക്ക്, പാവം. ഇങ്ങനെ കണ്ട് അടുത്തിരുന്ന് തൊഴുതിങ്ങനെയൊക്കെ കുശല പ്രശ്നങ്ങൾ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സൈതന്ത്രി, നീ നിന്നെ മറന്നു. ഞാൻ അന്ന് നിൻ്റെ മുതുകിൽ കൈവച്ച് നിൻ്റെ കൂനി നിവർത്തിയ കൃഷ്ണനാണ് എന്നുള്ളത് നീ മറന്നു. അത് തെറ്റല്ലേ?
രണ്ടാമത്, ഞാനും നീയും തമ്മിലുള്ള പ്രായം നീ കണക്കിലെടുത്തില്ല. നീ സൈതന്ത്രയായ എൻ്റെ സമയത്ത് വന്നു എൻ്റെ പ്രായം കണക്കാക്കില്ല. അത് തെറ്റല്ലേ എന്ന് ചോദിച്ച സമയത്ത് മാത്രമാണ് സൈതന്ത്രയ്ക്ക്, കുബ്ജിക്ക് ഇത് കൃഷ്ണനാണ് എന്നുള്ളത് മനസ്സിലായി. ഉടനെ അവർക്ക് തൻ്റെ തെറ്റുകൾ മനസ്സിലായ സമയത്ത് ഭഗവാനെ, ഹേ കൃഷ്ണ, ഞാൻ അങ്ങയുടെ ഒരു ഭക്തയാണ്, എന്നെ ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാരമില്ല, നീ നിൻ്റെ തെറ്റ് സമ്മതിച്ചുകൊണ്ട് നിനക്ക് ഇനി മോക്ഷം കിട്ടും, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ പരസ്പരം സ്പർശിച്ചിട്ടില്ല കേട്ടോ, സ്പർശനം നടന്നിട്ടില്ല. പക്ഷെ അവർ ഇങ്ങനെ അടുത്തിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ആഗ്രഹം, ഒരു സ്ത്രീക്ക് എന്തെല്ലാം സംഭവിക്കും, ആഗ്രഹങ്ങളുണ്ടാവും, പുരുഷനെ കണ്ട ആഗ്രഹങ്ങളുണ്ടാവും, ആ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭഗവാൻ അത് മനസ്സിലായി, ഇത് സ്വാഭാവികമാണ്, അത് ഒരു തെറ്റല്ല. പിന്നെ അവളൊരു സൈതത്തിലൂടെയാണ് എന്ന് വിചാരിച്ച് അതിൻ്റെ ഫലമായി കൃഷ്ണൻ്റെ അംശം ഈ സ്ത്രീയിൽ പ്രവേശിക്കുകയും അതിൻ്റെ ഫലമായി അവർക്കൊരു കൃഷ്ണനിൽ ഒരു പുത്രൻ ജാതനാകുകയും ചെയ്തു. അവൻ്റെ പേരാണ് ഉപശ്ലോകൻ. സംഖ്യാശാസ്ത്രം, സംഖ്യയില്ലാതെ ശാസ്ത്രം എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടുപിടിച്ച മഹാനാണ് അദ്ദേഹം. സംഖ്യയില്ലാതെ ശാസ്ത്രം. അദ്ദേഹം നാരദൻ്റെ ശിഷ്യനായി പിൽക്കാലത്ത് യോഗിയായി പോയി. അങ്ങനെ ഭഗവാന് വിവാഹത്തിന് മുമ്പ്, വളരെ കൃത്യമായി ഞാൻ പറയാം, വിവാഹത്തിന് മുമ്പ് അദ്ദേഹത്തിന് ജനിച്ച പുത്രനാണ് ഉപശ്ലോകൻ. അപ്പം ഈ സൈതന്ത്രയെ കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, ഉദ്ധവർക്ക് ഭക്തിയെ മനസ്സിലാക്കണമെന്നാണ്. അപ്പോൾ ഉദ്ധവർ പുറത്തു നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു സൈതന്ത്രയ്ക്കുള്ള ഭക്തി പോലും എനിക്കില്ല. സൈതന്ത്രൻ കാലിൽ വീണ് അത്രത്തോളം ഭഗവാനെ പ്രാർത്ഥിച്ച് തൊഴുത് എല്ലാം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു സൈതന്ത്രയ്ക്ക് ഉള്ള ഭക്തി പോലും എനിക്കില്ല എന്ന് മനസ്സിലായി. കൃഷ്ണൻ പുറത്തു വന്ന സമയത്ത്, കൃഷ്ണ, എന്നെ പരീക്ഷിക്കേണ്ടിയിരുന്നില്ല, ഞാൻ താങ്കളുടെ ഒരു ഭക്തനാണ് എന്ന് പറഞ്ഞു. കൃഷ്ണൻ ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഉദ്ധവരുടെ ഭക്തി നിഷ്കളങ്ക ഭക്തിയാണ്. അദ്ദേഹത്തിന് കൃഷ്ണനല്ലാതെ വേറൊന്നുമില്ല. അക്രൂരൻ്റെ ഭക്തിയും അതുപോലെയാണ്, പക്ഷെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഒരു പ്രാവശ്യം അക്രൂരൻ കൃഷ്ണനെ കബളിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്തതിൽ പറയാം, ആ സന്ദർഭം വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിന്ന്. പക്ഷേ ഇദ്ദേഹത്തിന് അതുപോലില്ല. കൃഷ്ണൻ്റെ ഉന്നമനത്തിനെ മാത്രം ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി ഉദ്ധവരാണ്. അതായത് കൃഷ്ണൻ എന്തെങ്കിലും വന്നാൽ അതിൽ വേദനിക്കുന്ന ആള്. മറ്റവരെല്ലാം ഭക്തിയില്ലാതല്ല, കൃഷ്ണ 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 എന്ന് എല്ലാവരും വരും. പക്ഷേ കൃഷ്ണന്, ശ്രീകൃഷ്ണ ഭഗവാന് എന്തെങ്കിലും വേദനകൾ വന്നാൽ ആ വേദന തൻ്റെ വേദനയാണ് എന്ന് വിചാരിക്കുന്ന ഏക വ്യക്തി ഉദ്ധവരാണ്. ഉദ്ധവരുടെ അത്താഴമാണ് കൃഷ്ണന് വളരെ ഇഷ്ടം. ഞാൻ പറഞ്ഞു 3 പേരെയാണ്. 1 കുചേലൻ്റെ അവിൽ, 2 ദ്രൗപദിയുടെ ക്ഷീര, 3 ഉദ്ധവരുടെ അത്താഴം. ഇവർ 3 പേരെയാണ് അദ്ദേഹം ഏറ്റവും വലിയ ഭക്തന്മാരായി കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർ ഭക്തന്മാരല്ലേ? അല്ല, ഭക്തന്മാർ തന്നെയാണ്, എല്ലാവരും ഭക്തന്മാർ തന്നെ. ഒരു ഭക്തന്മാരെയും അദ്ദേഹം കൈവിടാറില്ല. പക്ഷേ ഉദ്ധവരുടെ ഭക്തിക്ക് കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട്. അതാണ് ഞാൻ ഉദ്ധവരെ പറ്റി ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം. ഇനിയും വരുന്നുണ്ട് പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ മന്ത്രി കൂടിയാണ്. അപ്പോൾ ഉദ്ധവരോട് ചോദിച്ചിട്ടേ ഇദ്ദേഹം എല്ലാം ചെയ്യുന്ന പതിവുള്ളൂ. സാധാരണഗതിയിൽ ബുദ്ധിമാനാണ്, മന്ത്രിയാണ്, ഭക്തനാണ്. അങ്ങനെ ഉദ്ധവരുടെ കഥ നമ്മളവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ജരാസന്ധൻ്റെ വധത്തിലേക്കാണ് കടക്കാൻ പോകണം.
ജരാസന്ധൻ 17 പ്രാവശ്യം കൃഷ്ണനോട് യുദ്ധം ചെയ്തു, 17 പ്രാവശ്യം തോൽക്കുണ്ടായി. പക്ഷേ കൃഷ്ണൻ്റെ കയ്യാൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ല. അതിന് കാരണമുണ്ട്. കൃഷ്ണൻ ഭഗവാന് അദ്ദേഹത്തിന് കൊല്ലാൻ സാധിക്കില്ലേ? സാധിക്കും. പക്ഷേ വിധിവശാൽ അങ്ങനെ പാടില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത് ഭാർഗവ ദർശനം വരും, ആ സമയത്ത് പറയാം. ഭാർഗവ ദർശനത്തിലാണ് ഇതെല്ലാം വരുന്നത്. ആ സമയത്ത് ഞാൻ വർണ്ണിക്കാം. എല്ലാവരും കേൾക്കുക. സമയം കിട്ടുമ്പോൾ കുറച്ചെങ്കിലും കേൾക്കുക. കലിയുഗത്തെ ഈശ്വരനാമമല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് വയസ്സായ എന്നെപ്പോലെയുള്ളവർക്ക് വേറെ ഗതിയില്ല. അത് നിങ്ങൾക്ക് പോകെ 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 മനസ്സിലാവും. ഇപ്പോഴൊന്നും അറിയില്ല. നമ്മളുടെ സാമ്പത്തിക ശേഷിയും ആരോഗ്യം കൊണ്ട് നമ്മളിതൊന്നും ഇല്ല പറയും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, നന്ദി.